കമൽ സാറിൻ്റെ പടമാണെന്ന് തോന്നുന്നു തൃശ്ശൂർ കണ്ടത്. നമ്മളാണോ എനിക്കറിയില്ല. സുഹാസിനി ചേച്ചി അഭിനയിച്ച പടം. ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല കമൻസായിട്ട് എനിക്ക് തോന്നിയേട്ടാ. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി പറയാം, മോനെ ഞാൻ ഫോൺ ചെയ്തിട്ട് പിന്നെ ഞാൻ ഒന്ന് വിളിച്ചിട്ട് പറയാം, നീ സമാധാനപ്പെടുന്നു പറഞ്ഞിട്ട് പോണ സീനാണ്. അത് പോയിട്ട് ചേച്ചി ഫോൺ, സുഹാസിനി ചേച്ചി ഫോൺ കുത്തണ്ട കട 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 കട. പണ്ടാണെങ്കിൽ എങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഇത് കുത്തി കുത്തി വിളിച്ചിട്ട് ഹലോ ഹലോ എന്ന് പറയുമ്പോൾ ഈ തൃശ്ശൂർ തിയേറ്ററിൽ നിന്ന് ഒരു ഓഡിയൻ വിളിച്ച് പറയാം, സുഹാസിനി ചേച്ചി ഫോണൊക്കെ വിളിച്ചോ, നമ്പറിലൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടാ, 2 കൂട്ടി വിളിച്ചോളൂ, കിട്ടിയില്ലേ ഞങ്ങൾ തണ്ടി പോന്ന്. അന്ന് ഫോൺ നമ്പറിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്ന സമയമാണ്. അതാ പറഞ്ഞ 2 കൂട്ടി വിളിച്ചാൽട്ടാ പടം തീർന്നവർ ഞങ്ങൾക്ക് ഇരിക്കണ്ട, കിട്ടിനീ പെട്ടുപോന്ന്. ശരിയാണ്, അതൊരു സിനിമയാണ്. പക്ഷേ ആ സിനിമയിലായാലും അവൻ ജീവിച്ചിരിക്കുക, കാണുന്നവൻ പ്രേക്ഷകൻ ശരിക്കും ജീവിച്ചിരിക്കുക. നമ്പർ കിട്ടിയില്ല തണ്ടി പോവില്ലേ, പടം തീർന്നു, 2.5 മണിക്കൂർ പടമുള്ളേ. അത്രയും മിടുക്കന്മാരാണ് തൃശ്ശൂരുള്ള ആൾക്കാരും, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകൻ നല്ല സെൻസുള്ള ആൾക്കാരാണ്. അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ പടം കാണുമ്പോഴും ഇങ്ങനെ ഗ്യാപ്പിൽ ചില ആൾക്കാർ ഞാൻ പറയാം കേട്ടോ, ഇങ്ങനെ കൈ ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ ചില പെണ്ണുങ്ങളെ കൈ വയ്ക്കുമ്പോൾ ചില ആൾക്ക് എരിവ് സ്വരം കൂട്ടുന്ന ആൾക്കാരുണ്ട്. അത് ചില ഫാമിലി പ്രേക്ഷകർക്ക് ഒരുപാട് ദ്രോഹം ചെയ്യും. പക്ഷേ എന്തൊരു കഷ്ടമാണ്, ഇവന്മാരൊക്കെ എന്താ ചെയ്യണേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരും വേറെ രീതിയിലൊന്നും ചിന്തിച്ചിട്ടല്ല, അവരൊരു രസം, ആൾക്കാർക്കൊരു എന്താ പറയുക സുഖകരമായിട്ടുള്ള കാര്യം. ഞാൻ ഏതോ ഒരു തിയേറ്റർ ഞാൻ പറയട്ടെ, തിയേറ്ററിൻ്റെ പേര് പറയില്ല, 13 റീല് ഓടുള്ളൂ അവിടെ. 14 റീല് പടം ഉണ്ടായിരിക്കും, പക്ഷേ 13ാമത്തെ റീലിൽ വെച്ചിട്ട് പടം തീർന്നു, അവിടെ തീരും പടം. അപ്പോൾ ഈ പ്രേക്ഷകർക്ക് കഥ എന്താണെന്നറിയില്ല, ക്ലൈമാക്സ് കണ്ടേ. ഈ പ്രേക്ഷകർ നേരെ പടം ഓടിക്കുന്ന പ്രൊജക്ടർ റൂമുണ്ട്, ഈ ക്യാമറ വയ്ക്കുന്ന സ്ഥലം, കാണിക്കുന്ന സ്ഥലം, അതിൻ്റെ ബാക്കിൽ എല്ലാവരും വന്നിട്ട് ചേട്ടാ എന്തായി മറ്റേ ക്ലൈമാക്സ് എങ്ങനെയാണ്. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ ഓർഡർ, അതായത് ഇപ്പോൾ ക്ലൈമാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫൈറ്റ്, പിന്നെ അത് കഴിഞ്ഞൊരു പാട്ട്, അത് കഴിഞ്ഞാൽ അവർ കല്യാണം കഴിച്ചാൽ അവർ പോകും. അപ്പോൾ ഈ ആൾക്കാർ സന്തോഷം പറഞ്ഞു നന്നായി. തിയേറ്റർ പടം ഓടിക്കുന്ന ആൾ കഥ പറഞ്ഞു കൊടുക്കുന്നത്, പടം ഓടിക്കുന്ന ആൾ എന്നെ കഥ പറഞ്ഞു കൊടുക്കുക. അവർ എക്സ്പീരിയൻസ് ആയി, അവർ പറയാമോ സന്തോഷം ചേട്ടാ ഞാൻ പോട്ടെ നോക്കിയ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു പോകുന്ന സ്ഥലങ്ങളുണ്ട് ഓരോ തിയേറ്ററുകളും. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് സിനിമ കാണാൻ പോകുന്നത്, സിനിമയെക്കുറിച്ചാണ് ഞാൻ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചാലക്കുടി സഖി തിയേറ്റർ ഉണ്ട്. അന്ന് ഒരു കൂടപ്പുഴ വരെ പോകണം. ഇവിടെ നിന്നൊരു എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ചുരുങ്ങിയതൊരു 4-5 കിലോമീറ്റർ ഉണ്ടാവും. ആ തിയേറ്ററിൻ്റെ പ്രത്യേകത ഉണ്ട്, പണ്ടത്തെ തിയേറ്ററും ഇന്നത്തെ തിയേറ്ററും തമ്മിൽ. അന്ന് മൊത്തം മണലാണ്, തിയേറ്ററിൻ്റെ ഉള്ളിൽ മൊത്തം മണലാണ്, ബെഞ്ചാണ്, ബെഞ്ച് മൊത്തം ബെഞ്ചാണ്. മൂട്ടയുടെ ഒരുപാട് ശല്യമുള്ള സമയമാണ്. ഞാനിതിപ്പോൾ ഓർക്കുമ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ വെച്ച് ഒരു ചോദ്യം ചോദിക്കുക, ആരെയോ കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ആൾ പറഞ്ഞു, ഡോക്ടർ ചോദിച്ചു എന്തായി കുമാര എങ്ങനെയുണ്ട് അസുഖങ്ങളൊക്കെ. എൻ്റെ ഡോക്ടറെ മൂട്ട കടിച്ച് പിടിക്കുന്നുണ്ട് കൊതുക് പൊയ്ക്കൊണ്ടോണില്ലാന്ന്, മൂട്ട കടിച്ച് പിടിക്കുന്നുണ്ട് കൊതുക് പൊയ്ക്കൊണ്ടോണില്ലാന്ന്. അപ്പോൾ അത്രയും ഇതാണെന്നുള്ളതാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ. എന്തായാലും ഇത് ആ തിയേറ്ററിൽ പോയി പടം കാണുമ്പോൾ അന്നത്തെ ഏറ്റവും രസം ഈ പൂഴിമണലും ഒക്കെ വിരിച്ചേക്കണ്, ബെഞ്ച്, നല്ല മഴയുണ്ടാവും. ആ മഴ പെയ്യുമ്പോൾ അപ്പുറത്തെ ചായക്കടയിൽ നിന്ന് എല്ലാ പരിപ്പുവട, ഒരു പരിപ്പുവടയും ഒരു കാപ്പിയും. എന്നിട്ട് ഇത് അന്നത്തെ തിയേറ്ററിൽ അതുണ്ടായിരുന്നു, പക്ഷേ ഇന്നത്തെ തിയേറ്ററിൽ അത് കിട്ടണില്ല, തിയേറ്ററിനകത്ത് പോയി കഴിക്കാൻ പറ്റണില്ല. അന്നൊരു കാപ്പിയും പരിപ്പടയും കൊണ്ട് നമുക്ക് പടം കാണാം. ഈ കാപ്പി കുടിക്കുക പടം കാണാം, കാപ്പി കുടിക്കുക പടം കാണാം, ഭയങ്കര മൂടാത്. ഇന്ന് തിയേറ്ററിനകത്ത് പ്രശ്നമില്ല, ഒന്ന് മാറ്റി. ഞാൻ ഇപ്പോൾ പറഞ്ഞു വരാൻ കാരണം എനിക്കൊരാഗ്രഹമുണ്ട്, ഒരു തിയേറ്റർ, കലാഭവൻ മണിയുടെ ഒരു സങ്കല്പം, സ്വപ്നലോകം, എല്ലാ ഭക്ഷണവും തിയേറ്ററിനകത്ത് കിട്ടാവുന്ന രീതിയിൽ, എല്ലാ ഫാമിലിയായിട്ട് പടം വരുമ്പോൾ കുഞ്ഞു മക്കളെ തൊട്ടിൽ ഇങ്ങനെ ആട്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഉറക്കാനായിട്ട് തിയേറ്റർ. പക്ഷേ അതിനകത്തൊരു 400-500 താഴെയുള്ള ആൾക്കാർ താഴ്ന്ന ഒരു തിയേറ്ററാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഉറക്കാൻ ആ തിയേറ്ററിനകത്ത് 2-3 പെണ്ണുങ്ങൾ ഇവർ പോയി നോക്കുക, അമ്മയും അച്ഛനും പോയി പടം കണ്ടോട്ടെ, സ്വസ്ഥമായിട്ട് അവർ പോയി പടം കണ്ടോട്ടെ, കണ്ട് സുഖമായിട്ട് ഈ അമ്മമാർ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കുടുംബശ്രീ പോലത്തെ ഒരു ജോലി, ഇന്നത്തെ കുടുംബശ്രീയും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ജോലി കൊടുക്കുക, ആ കുട്ടികൾക്ക് പാൽ കൊടുക്കുക, കരയാണെങ്കിൽ അത് കൊണ്ടു കൊടുക്കുക, അങ്ങനെ ചെയ്യുക. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഞാൻ പണിയുന്ന തിയേറ്ററിനകത്ത്
ഏത് ഫാൻസ് ആയാലും കൂവാനുള്ളൊരവസരം അവിടെ ഉണ്ടാക്കില്ല. സമാധാനത്തിലിരുന്ന് പടം കാണുക. 100 ദിവസം ഏത് നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ എല്ലാ പടങ്ങളും 50 ദിവസം ഓടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുക. വരുന്ന ഫാമിലികൾ സമാധാനത്തോടു കൂടി പടം കാണുക. അതേ രീതിയിലൊരു തിയേറ്റർ മാതൃകയായിട്ട് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. ഒരു 350 ആളോ 400 ആളോ കയറാവുന്ന ഒരു തിയേറ്റർ, നല്ല AC, കറണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇന്ന് സമൂഹത്തിൽ ഒരുവിധപ്പെട്ട ആൾക്കാർ മെയിൻ സിറ്റികളിലെ സിനിമ നന്നായിട്ട് കയറുന്ന ആൾക്കാരല്ല പടം കാണാൻ. 2.5 മണിക്കൂർ AC ഇരുന്നൊന്ന് ആസ്വദിക്കാൻ വേണ്ടി കയറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് മുഴുവനും കൂലിപ്പണിക്കാരാണ്. ഇരുന്ന് ഉറങ്ങിയിട്ട് പോവാം എന്ന് പറഞ്ഞ് സിനിമ വിജയിപ്പിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവർ പോയി തിയേറ്ററിനകത്ത് പോയിരുന്നു നല്ല സുഖമായിട്ട്. പക്ഷെ ആദ്യം പടം നന്നായിട്ട് കാണും കേട്ടോ. ആ പടം ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ പിന്നെയും വീണ്ടും പോയി അവർ AC ഇരുന്ന് കാണുന്ന ആൾക്കാരാണ്. ഇന്ന് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ AC ഒക്കെ പകുതിയാകുമ്പോൾ ഓഫായി പോകണമെന്ന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയണത് എൻ്റെ ഒരു ആഗ്രഹം,